ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളം മിഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. എന്താണ്? യെസ്, നോക്കൂ. കടങ്കഥകൾക്ക് ഉചിതമായ ഉത്തരം എടുത്തെഴുതുക. ഒന്നാമത് നോക്കൂ, 1000 കിളിക്ക് ഒറ്റക്കൂക്ക്. എന്താണ് ആൻസർ? നമുക്ക് ബ്രാക്കറ്റിൽ ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ ഉത്തരം കൂട്ടുകാർ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. 1000 കിളിക്ക് ഒറ്റക്കൊക്ക് എന്താണ്? യെസ്, നമുക്കറിയാം, വാഴക്കുലയാണല്ലേ ആൻസർ. വാഴക്കുല. ദെൻ മുള്ളുണ്ട്, മുരിക്കല്ല, കയ്പുണ്ട്, കാഞ്ഞിരമല്ല. എന്താണ് കൂട്ടുകാരെ ഉത്തരം? പാവയ്ക്കയാണല്ലേ. ദെൻ മണ്ണിനടിയിൽ പൊന്നമ്മ. ഉത്തരം എന്താണ്? യെസ്, മഞ്ഞൾ. ദെൻ വായില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. ഉത്തരം യെസ്, ചിരവയാണല്ലേ. ദെൻ വെള്ളക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. എന്തായിരിക്കും? യെസ്, കണ്ണ്. വെള്ളക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. ആൻസർ എന്താണ്? കണ്ണ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ കടങ്കഥകൾക്ക് ഉചിതമായ ഉത്തരം എടുത്ത് എഴുതുക. ഓക്കെ. ദെൻ പ്രവർത്തനം 2, പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലുകൾക്ക് യോജിച്ച ആശയം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടി തെറ്റിയാൽ ആനയും വീഴും. ഇതിൽ യോജിച്ച ആശയം ഏതായിരിക്കും? താഴെ നമുക്ക് ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം യോജിച്ച ആശയം കൂട്ടുകാരെന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. അടി തെറ്റിയാൽ ആനയും വീഴുമെന്നുള്ളതല്ലേ. അപ്പോൾ ഏതായിരിക്കും ആശയം? യെസ്, എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും. ദെൻ അഴകുള്ള ചക്കയിൽ ചുളയില്ല. ആശയം എന്താണ് കൂട്ടുകാരെ? അതെ, ആകാര ഭംഗിയുണ്ടെന്ന് വെച്ച് സദ്ഗുണം ഉണ്ടാകണമെന്നില്ല. ദെൻ ഉണ്ട ചോറിൽ കല്ലിടരുത്. അതായത് ഉപകാരം ലഭിച്ചിടത്ത് എന്ത് ചെയ്യരുത്? നന്ദികേട് കാണിക്കരുത്. അതല്ലേ അതിൻ്റെ ആശയം. ദെൻ എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. ആശയം എന്താണ്? കഠിനമായി അധ്വാനിച്ചാൽ സുഖമായി കഴിയാം. ദെൻ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം. എന്താണ് കൂട്ടുകാരെ അതിൻ്റെ ആശയം? യെസ്, എല്ലാറ്റിനും കൃത്യമായ കണക്ക് വേണം. എല്ലാറ്റിനും കൃത്യമായ കണക്ക് വേണം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഓരോ പഴഞ്ചൊല്ലിൻ്റെയും ആശയം ഇതുപോലെ തന്നെ കണ്ടെത്തി എഴുതുക. ഓക്കെ. ദെൻ പ്രവർത്തനം 3, പഴഞ്ചൊൽ പെരുമ എന്ന പാഠഭാഗത്തിൽ 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പഴഞ്ചൊല്ല് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ അർത്ഥം എഴുതുക. തരുക്കൾ. തരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കൂട്ടുകാരെ? യെസ്, വൃക്ഷമാണല്ലേ. ദെൻ അർക്കൻ, യെസ്, സൂര്യൻ. ദെൻ ശാഖ എന്ന് പറഞ്ഞാൽ ചില്ല. ദെൻ 4ാമത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 4, താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ആരെക്കുറിച്ചാണ് കൂട്ടുകാരെ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? യെസ്, രാമകൃഷ്ണൻ കുമരനെല്ലൂരാണല്ലേ. എന്തൊക്കെ ഹിൻസാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? യെസ്, ബാലസാഹിത്യകാരൻ. പ്രധാന കൃതി ഈച്ചയും പൂച്ചയും. മലയാളം അധ്യാപകൻ. ദെൻ 1969 മെയ് 15 ജനനം. ഇത്രയും സൂചനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.